വാടകയ്ക്ക് താമസിക്കുന്ന ആളാണോ അതോ ഒരു വീടുടമസ്ഥനോ? ഇതിൽ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 2025 രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ വാടക നിയമത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമമനുസരിച്ച് വീടുടമസ്ഥനും വാടകക്കാരനും തമ്മിലുള്ള വാടക കരാർ ഒപ്പിട്ട് 2 മാസത്തിനുള്ളിൽ നിർബന്ധമായും ബന്ധപ്പെട്ട റെന്റ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്ട്രേഷൻ നടപടിക്രമം അതത് സംസ്ഥാനങ്ങളുടെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടലുകൾ വഴി ഓൺലൈനായോ അല്ലെങ്കിൽ പ്രാദേശിക രജിസ്ട്രാർ ഓഫീസുകൾ വഴിയോ പൂർത്തിയാക്കാവുന്നതാണ്. കൃത്യസമയത്തിനുള്ളിൽ കരാർ രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം 5000 രൂപ വരെ പിഴ ഈടാക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് വാടക ഇടപാടുകൾക്ക് ഔദ്യോഗികമായ ഒരു രേഖാമൂലമുള്ള അടിത്തറ നൽകുകയും ഭാവിയിലെ തർക്കങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഇനി മുതൽ പാർപ്പിട ആവശ്യങ്ങൾക്കായുള്ള വാടകയ്ക്ക് 2 മാസത്തെ വാടക എന്ന പരിധിയിലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വാടകയ്ക്ക് 6 മാസത്തെ വാടക എന്ന പരിധിയിലും മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കാൻ പാടുള്ളൂ. അതുപോലെ വാടക വർധനവിലുള്ള നിയമങ്ങൾ ലളിതമാക്കുകയും വർദ്ധിപ്പിക്കുന്നതിന് മുൻകൂട്ടി അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു.